ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കാരക്കയും പിന്നെ പത്തിരിപ്പൊടി ഉണ്ടാക്കണ സവീഖ് എന്ന് പറയും ശരിക്കും. അപ്പോൾ അതൊക്കെ മതി ഇനി കല്യാണത്തിന്. വെറുതെ എന്താക്കണ്ട, വലിയ വലിയ പരിപാടിയൊന്നും ആക്കണ്ട. 1 കിൻഡൽ ചോറും 2 കിൻഡൽ അരിയൊന്നും വെച്ചിട്ട് കാരയ്ക്കും സവീഖും പത്തിരിയും ധാന്യപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നൊരു വിഭവമാണ് സവീഖ്. അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ജദ്ദത്തി സൽമ, ഹസൻ ബിൻ അലി എന്നവർ, ഇബ്ൻ അബ്ബാസ് എന്നവരും ജാഫറിൻ്റെ മകനും എല്ലാം കൂടെ ചെന്നിട്ട് വല്യമ്മ സൽമനോട് പറഞ്ഞു. ആരുടെ? ഉബൈദുല്ലാഹിബ്ൻ അലി എന്നവരുടെ മാമ സൽമ എന്നിവരോട് പറഞ്ഞു, ഇസ്നായിൽ അനാ താമ ഇമാക്കാൻ യോജിബ് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് ഇഷ്ടപ്പെട്ട, നബി നന്നായി കഴിച്ചിരുന്നൊരു ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. നബിൻ്റെ ഓർമ്മയിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. റസൂലുള്ളാഹിക്ക് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. നമുക്കത് അറിയാനാ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്ന ഭക്ഷണം. അപ്പോൾ സൽമത്ത് ബീവി പറഞ്ഞു, അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹിക്കൂല. അന്നൊക്കെ ഇല്ലാത്ത കാലത്തുണ്ടാക്കിയ ഭക്ഷണമല്ലേ, ഇപ്പൊക്കെ ഭക്ഷണമൊക്കെ മാറിയില്ലേ, അതൊന്നും നിങ്ങൾക്ക് അങ്ങനെ പിടിക്കൂല എന്ന് പറഞ്ഞു. ഒന്നും ടേസ്റ്റി ആവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത ഭക്ഷണം, കാരണം സൽമത്ത് ബീവി എന്തായിരുന്നു, നബിക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. സഹാബിയാത്തുകളൊക്കെ തന്നെ ആയിരുന്നല്ലോ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. നബി തങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം കൊടുത്തയച്ചിരുന്നത്. അല്ല, ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഗോതമ്പത്തിൻ്റെ പൊടി എടുത്തു. ആ താന്ന ഗോതമ്പ് ഷൈർ അത് പൊടിച്ചു. പിന്നെ ഒരു ചട്ടിയിലിട്ടു. എന്നിട്ട് കുറച്ച് സെയ്ത്ത് ഒഴിച്ചു, സെയ്ത്തെണ്ണ. പിന്നെ വദഖത്തിൽ ഫുൽഫുല, കുരുമുളകൊക്കെ പൊടിച്ചിട്ടു. തവാബിൽ, അതുപോലെ തന്നെ ഗരം മസാലകളൊക്കെ അല്ലേ, ഈ സുഗന്ധ മസാലകൾ, മല്ലി, മഞ്ഞൾ, നല്ലീരകം എന്നൊക്കെ പറഞ്ഞ വാസനകളൊക്കെ ഉള്ള സാധനങ്ങൾ, അത്തരം തവാബിലുകളൊക്കെ ആ കറിയിലിട്ടു. അപ്പോൾ ഖറബത്തുഹു ഇലൈഹിം, എന്നിട്ട് അത് അവർക്ക് വിളമ്പി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദാ മിമ്മാ കാന യുഅ്ജിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വയുഹ്സിന, ഇതായിരുന്നു നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണം. നബി നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിരുന്ന ഭക്ഷണവും ഇതായിരുന്നു എന്ന് സൽമത്ത് ബീവി എന്നിവർ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനൊരു ഇബ്രാഹിം ഉണ്ടായിരുന്നില്ലേ, ഈ ഇബ്രാഹിം പറഞ്ഞ കുട്ടി ജനിച്ചപ്പോൾ ഈ സൽമത്ത് ബീവി ആയിരുന്നു ആ കുട്ടിനെ പേറ്റെടുത്തിരുന്നത്. അബൂ റാഫി എന്ന് പറയുന്ന സഹാബിൻ്റെ ഭാര്യയാണ്. അപ്പോൾ നബിൻ്റെ വീടായിട്ട് നല്ല ബന്ധമുള്ള ഒരു സഹോദരിയാണെന്ന് അർത്ഥം. ഇനി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, അതാന നബി ഫി മൻസിലിന, ഒരിക്കൽ നബി ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. അൻസാരിയാണ്. അപ്പോൾ ദബഹ്ന ലഹു ഷാത്തൻ, ഞങ്ങളൊരു ആടിനർത്തും. കാന്നഹു അലിമ അന്നഹാനു ഹിബ്ബുൽ ലഹ്മ, നമുക്ക് മാംസത്തിനോട് ഇഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലാക്കിയതുപോലെ നമ്മളൊരു ആടിനർത്തും. മറ്റേ ഹദീസിൽ തന്നെ കാണാം ഹദീസിൻ്റെ വിശദീകരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും ജാബിർ റളിയല്ലാഹു പറയാണ്, വേറൊരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ദബഹത്ത് ലഹു ഷാത്തൻ ഫഅക്കല മിൻഹ, ഒരാടിന് അറുത്ത് കൊടുത്തു. അതിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും, കഴിച്ചു. വഅതതുഹു ബിഖിനാഇൻ മിൻ റുതബിൻ ഫഅക്കല മിൻഹു, അങ്ങനെ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നു, ഒരു തളികയിൽ കുറച്ച് ഈത്തപ്പഴം, അതും കഴിച്ചു. പിന്നെ ദുഹർ നിസ്കരിക്കാൻ വേണ്ടി വുദു എടുത്തു. സുമ്മൻ സറഫ ഫഅതതു ബി ഉലാലത്തി മിൻ ഉലാലത്തി ഷാത്തി ഫഅക്കല സുമ്മ സ്വല്ലൽ അസ്റ വലം യതവദ്ദ, അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാട്ടിറച്ചി കൊണ്ടുവന്നു. മുലാലത്ത് മിൻ ഉലാദി ഷാത്ത്, ബാക്കി എന്നർത്ഥം. നേരത്തെ കഴിച്ച ആടിൻ്റെ ബാക്കി കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു, അത് കൊണ്ടെടുത്തു. അപ്പം നബി കഴിച്ചു. സുമ്മ സ്വല്ലൽ അസ്റ, പിന്നെ അസ്ർ നിസ്കരിച്ചു, ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ളുഹറിൻ്റെ മുമ്പ് കഴിച്ചു, ളുഹറിൻ്റെ ശേഷം ഒന്നും കഴിച്ചു. നബിക്ക് വേണ്ടി അർത്ഥ ആടല്ലേ. അപ്പോൾ പെണ്ണുങ്ങളെ സൽക്കാരങ്ങളാണ്, നബി തങ്ങൾക്കുള്ള ഓരോ സൽക്കാരങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ്. ദീനിൻ്റെ ആൾക്കാരുണ്ടാകും ഓരോ നാട്ടിലും, റസൂലുള്ളാഹിൻ്റെ വാരിസീങ്ങൾ എന്ന് പറയുന്ന ആലിമീങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ
പള്ളി, ദീന്, എൻ്റെ പ്രബോധനം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കും, ഭക്ഷണം കൊടുക്കും. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവി പറയാണ്, മാകാനത്തി ദിറാഹബ്, ഈ കുറക് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും ആയിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് ആയിഷ ബീവി മനസ്സിലാക്കിയൊരു കാര്യമാണ്. വലാകിന്നഹു കാന ലാ യജിദു ഇല്ലാ ഖിബ്ബൻ, പക്ഷേ ഇടക്കിടക്കൊക്കെ എന്താവുള്ളൂ ഇറച്ചി കിട്ടുമായിരുന്നുള്ളൂ. വകാന അജ്ലി ഹാലി അന്ന അജ്ലുഹാ നദ്ജൻ, പക്ഷേ കുറകന്നെ നബി എത്രയും പെട്ടെന്ന് ധൃതിയാക്കി എടുക്കുന്നത് അത് പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന നബി തങ്ങൾക്ക് അതിനോട് സ്വാഭാവികമായിട്ട് ഒരിഷ്ടം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, മനുഷ്യന്മാർക്ക് ഓരോ സാധനങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അടുത്തത്. ഇന്ന അത്വബൽ ലഹ്മി ലഹ്മുല്ലാഹി, നല്ല ഭക്ഷണമാണ് ഈ പുറത്തിറച്ചി, മൃഗങ്ങളുടെ പുറഭാഗത്തുള്ള ഇറച്ചി എന്ന്. നബിക്കത് ഇഷ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൽ ഇദാമുൽ ഖല്ലു, നല്ല കൂട്ടാനാണ് സുർക്ക. നമ്മളിപ്പോൾ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ കുറച്ച് ചമ്മന്തി കരക്കണ മാതിരി സുർക്കയും കൂട്ടി ഭക്ഷണം കഴിക്കുക. പക്ഷെ നബി എന്ത് ചെയ്യാണ്, കൂട്ടാനിൽ ഏറ്റവും മോശപ്പെട്ട സാരമെന്ന് തോന്നുന്നൊരു ഭക്ഷണത്തിനെ നബി പ്രശംസിക്കുകയാണ്. അതൊക്കെ നല്ല തന്നെയാണ്. അത് വീട്ടുകാരെ സന്തോഷിപ്പിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ സുർക്ക മാത്രമേ ഉള്ളൂ എന്നൊക്കെ, നല്ല കൂട്ടാനാ സുർക്ക എന്ന് പറയുന്ന ആരെയും സന്തോഷിപ്പിക്കും. സന്തോഷിപ്പിച്ചാലും ഇല്ലെങ്കിലും ഒന്നിനെയും നിസ്സാരമായിട്ട് കാണരുത് എന്നാണ് ഇന്നുള്ള പാഠം. ഉമ്മു ഹാനി ബീവി പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിലേക്ക് കയറി ചെന്നു. ഫഖാല ഇൻദകി ശൈഉൻ, വല്ലതുണ്ടോ ചോദിച്ചു ഉമ്മു ഹാനി ബീവിനോട്. അങ്ങനെ ചോദിക്കുന്നത് മോശമൊന്നുമല്ല, ഇഷ്ടപ്പെട്ട ആൾക്കാരോട്, അത് കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരോട് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കാം. ഇല്ലാ ഖുബ്സുൻ യാബിസും വഖല്ലുൻ, കുറച്ച് ഉണക്കപ്പത്തിരി ഉണ്ട്, ഉണക്ക കുബൂസ് ഉണ്ട്, പിന്നെ കുറച്ച് സുർക്കയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു, കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഹാത്തി എന്നിട്ട് പറഞ്ഞു, സുർക്കൊക്കെ ഉള്ളൊരു കൂട്ടാനുണ്ടെങ്കിൽ ആ വീട്ടിലിപ്പോൾ കൂട്ടാൻ കഴിയില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാ ഖഫറ, കാലിയാകൂലല്ലോ കൂട്ടാൻ അവിടെ സുർക്കുണ്ടെങ്കിൽ. നമുക്കൊക്കെ പല ഐറ്റം കൂട്ടാനാണല്ലോ ചോറ് ഉണ്ടാവുക, ചോറും കറിയും മാത്രമൊന്നുമല്ലല്ലോ. മറ്റേ ചോറ് മാത്രമാണ് കഴിക്കുന്നത് അവർ, കഴിക്കാണ് ഇപ്പോൾ ഈ സുർക്ക. അബൂ മുസ അശ്അരി റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷക്ക് ഫളലു ആയിഷത അലൻ നിസായി, ബാക്കിയുള്ള സ്ത്രീകളെക്കാൾ ആയിഷയുടെ മഹത്വം കഫദലി സരീരി അലാ സായിരി തഅം, മറ്റ് ഭക്ഷണങ്ങളെക്കാൾ ഇറച്ചിയും പത്തിരിക്കുള്ള മഹത്വം പോലെയാണ്. ഇറച്ചിയും പത്തലും കുഞ്ഞിപ്പത്തലൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് ഇറച്ചി കൂട്ടി ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞു. എല്ലാ സ്ത്രീകളും എന്നോട് ഉദ്ദേശിച്ചത് സാധാരണ സ്ത്രീകളെന്നാണ്, അല്ലാതെ ആയിഷ ബീവിയേക്കാൾ മഹത്തുള്ള ആളാണ് ഖദീജത്ത് ബീവി റളിയല്ലാഹു അൻഹ, ആസിയ ബീവി, മറിയം ബീവി ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ മറ്റുള്ള സ്ത്രീകളെക്കാൾ വിവരം കൊണ്ട് ആരെ നോക്കേണ്ടി വരും? ആയിഷ ബീവി തന്നെയാണ്, ഇൽമുണ്ട്. ഓരോ കാഴ്ചപ്പാടിലാണല്ലോ സംസാരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പാൽക്കട്ടി കഴിച്ചിട്ട് വുളു എടുത്തു. അപ്പം വുളു ഉണ്ടാക്കണം എന്നാണ് മനസ്സിലാക്കിയത്, ഇങ്ങനെ പാൽക്കട്ടി വേവിച്ച സാധനങ്ങൾ കഴിച്ചാൽ. പക്ഷെ പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിൻ്റെ കുറക് കഴിച്ചു, കത്തി ഫിഷാത്തി, നിസ്കരിച്ചു വുളുവൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ രണ്ട് മദ്ഹബുണ്ട് ഇമാമികൾക്കിടയിൽ, ഈ ഇങ്ങനത്തത് കഴിച്ചാൽ വുളു ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ള അഭിപ്രായ വ്യത്യാസം. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഹബീബായ മുത്തുനബിയുടെ സുന്നത്തൊക്കെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.